വസ്വഹ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓം. സായി സച്ചരിതം രണ്ടാമത്തെ ദിവസം ആണ് ഇന്നലെ സായി സച്ചരിതത്തിൻ്റെ ഒന്നാം അധ്യായം വളരെ ചെറുതായതുകൊണ്ട് ആ മുഴുവൻ ഭാഗവും ചുരുക്കി ഇന്നലെ നമ്മൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് സായി സച്ചരിതത്തിൻ്റെ രണ്ടാം അധ്യായം ആണ്. സായി സച്ചരിതം നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ഹേമത് പാന്ത് ആണ്. ഇന്നത്തെ രണ്ടാം അധ്യായത്തിന് ശ്രീ ഹേമത് പാന്തിൻ്റെ ശരിയായ പേര് ഗോവിന്ദ് രഘുനാഥ് ദംഭോൽക്കർ എന്നാണ്. മഹാരാഷ്ട്രക്കാരായതുകൊണ്ട് ആണ് ആ പേര്, ഗോവിന്ദ് രഘുനാഥ് ദംഭോൽക്കർ. ഈ ഗോവിന്ദ് രഘുനാഥ് ദംഭോൽക്കർ ആണ് അദ്ദേഹത്തിനെയാണ് സായി ഹേമത് പാന്ത് എന്ന് പേര് നൽകിയത്. അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ പേര് ഹേമത് പാന്ത് എന്ന് തന്നെയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ശ്രീ സായി ഷിർദി സായി അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ പേര് നൽകിയത് എന്നാണ് ഈ അധ്യായത്തിൽ കൂടി അദ്ദേഹം പറയുന്നത്. നമുക്കത് വിസ്തരിച്ച് പുസ്തകത്തിൽ കൂടി തന്നെ നോക്കാം. നമുക്കറിയാം, ആദ്യം തന്നെ ഹേമത് പാന്ത് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയാറുള്ളത് ശ്രീ മഹാഗണപതിക്ക് വന്ദനം, സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജിനും പരന്തേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം, പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ അധ്യായവും വിവരിക്കുന്നത്. അതുകൊണ്ടാണ് അത് തന്നെ നമ്മളും വീണ്ടും വീണ്ടും ഓരോ അധ്യായത്തിനും അദ്ദേഹത്തിൻ്റെ ഇത് വിവരിക്കുമ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം നമുക്കറിയാം, ശ്രീ സത്യസായി ഷിർദി സായീശ്വരൻ ഒരു അവതാരം ആണ്. അവതാരത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയുവാൻ എന്ന് നമുക്ക് അറിയാം. ശ്രീ സായീശ്വരന്റെ അത്ഭുത ലീലകൾ കണ്ടും കേട്ടും എൻ്റെ ഹൃദയം പ്രേമപൂർണമായി. ആ ആനന്ദധാര കൊണ്ടതാണ് ഈ ഗ്രന്ഥം. ഇഹലോക ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന് ഈശ്വര കഥകൾ കേൾക്കുകയാണ്. ഒന്നാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പ്രധാന പോയിന്റ് ഇഹലോക ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന് ഈശ്വര കഥ കേൾക്കുകയാണ്. ഇഹലോക ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന് ഈശ്വര കഥ കേൾക്കണം. ഈശ്വരന്റെ കഥ കേൾക്കുകയാണ്, ശ്രീകൃഷ്ണന്റെ കഥ കേൾക്കുകയാണ്, ശ്രീരാമന്റെ കഥ കേൾക്കുകയാണ്. അതെല്ലാം അവതാരങ്ങളാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അധർമ്മങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന്. അത് എവിടെയൊക്കെയോ ഭാരതത്തിൽ എവിടെയൊക്കെയോ അവതാരങ്ങൾ അവതരിച്ചിട്ടുണ്ട്. അവരുടെ ചരിതങ്ങൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ കൂട്ടത്തിലുള്ളതാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ആ കൂട്ടത്തിലുള്ളതാണ്. അവരുടെയൊക്കെ ചരിതങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിലുള്ള ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കുവാൻ ഇതൊക്കെ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഷിർദി ഭഗവാന്റെ ചരിതം നമ്മൾ
വിസ്തരിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ ഇഹലോക ദുഃഖത്തിനുള്ള ഒരു പരിഹാരം ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുക വഴി നമുക്ക് സാധിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ ഒരു ഋഷിയുടെ ജീവിത ചരിതം പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം പിടിച്ചതാണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഹേമന്ത് പാന്ത് ശ്രീ ഷിർദി സായിയുടെ ചരിതം പറയുന്നത്? ഷിർദി സായിയോട് തന്നെ ചോദിച്ചിട്ടാണ്, ഞാൻ നിങ്ങളുടെ ചരിതം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ ചരിതം ഒന്ന് എഴുതിക്കോട്ടെ എന്ന് നേരിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് ഈ ചരിതം അദ്ദേഹം പറയുന്നത്. ഈശ്വരന്റെ കൃപാ കടാക്ഷം ഇല്ലാതെ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിതം പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ചരിതം നമ്മൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കടാക്ഷം നമുക്ക് ലഭിച്ചേ പറ്റൂ. അപ്പം ആ കൃപാ കടാക്ഷം, ഭഗവാന്റെ കൃപാ കടാക്ഷം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഭഗവാന്റെ ചരിതങ്ങൾ വായിക്കുക, ചരിതങ്ങൾ കേൾക്കുക, ഇതൊക്കെ അവരുടെ കൃപാ കടാക്ഷം നമുക്ക് ലഭിക്കാൻ ഉപകരിക്കും. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് തന്നെ ഭഗവാനെ അങ്ങയുടെ കൃപാ കടാക്ഷം എനിക്ക് ലഭിക്കണേ എന്നല്ലേ? അത് തന്നെയാണ് ഇപ്പം ഹേമന്ത് പാന്ത് ശ്രീ ഷിർദി സായിയുടെ ഈ ചരിതം നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന്റെ കടാക്ഷം ലഭിച്ചതുകൊണ്ടാണ്. ഈ വലിയ കാര്യത്തിനെ ശ്രമിച്ചാൽ ലോകം എന്നെ അദ്ദേഹത്തിന് അറിയാം. ഇത്രയും വലിയ ഒരു അവതാരമൂർത്തിയുടെ ചരിതം എഴുതാൻ താൻ യോഗ്യനാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. താൻ ഒരു ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രം ആകുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ സായി ഈശ്വരന്റെ അനുമതി വാങ്ങിയിട്ട് അദ്ദേഹം എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത്. അമൃതകഥ എഴുതാനുള്ള പ്രചോദനം എനിക്ക് നൽകിയത് അവിടുന്ന് തന്നെയാണ്. ഈശ്വരന്റെ പ്രചോദനമുണ്ടെങ്കിലേ നമുക്ക് പ്രചോദനം ലഭിച്ചാലേ നമ്മൾക്ക് കഥകൾ എഴുതാൻ സാധിക്കൂ. ഈശ്വരന്റെ പ്രചോദനം ലഭിച്ചാലേ നമ്മൾക്ക് ആ കഥ കേൾക്കാൻ സാധിക്കൂ. രണ്ടിനും ഈശ്വരന്റെ പ്രചോദനം അത്യാവശ്യമാണ്. നമ്മൾക്കൊരു കഥ, ഈശ്വരന്റെ കഥ പറയുന്ന സ്ഥലത്ത്, സപ്താഹം പറയുന്ന സ്ഥലത്ത് നമുക്ക് പോകണമെങ്കിൽ ഈശ്വരന്റെ കടാക്ഷം നമുക്ക് ലഭിക്കണം. ഈശ്വരന്റെ പ്രചോദനം നമുക്കുണ്ടെങ്കിലേ സാധിക്കൂ. ഈശ്വരന്റെ പ്രചോദനം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഒരു സപ്താഹം പറയുന്ന സ്ഥലത്തോ അത് കേൾക്കാൻ പോവാനോ മറ്റോ നമുക്കൊരിക്കലും ആവുന്നതല്ല. അപ്പൊ അത് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്തരമായ കൃത്യമാണ്. ശ്രീ ഹേമന്ത് പാന്തിനെ ശ്രീ സായീശ്വരന്റെ ചരിതം എഴുതാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. അത് കേൾക്കാനുള്ള ഭാഗ്യവും നമുക്കും ലഭിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ ചരിതം നമ്മൾ മുഴുവൻ കേൾക്കുകയും മുഴുവൻ മനസ്സിലാക്കുകയും നമ്മുടെ ആധ്യാത്മിക ശക്തി തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ മുഴുവൻ ദഹിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ഉപകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ഇത് കേൾക്കാൻ. ഋഷീശ്വരൻ പ്രചോദനമാകുന്നതോടെ ഭക്തൻ പണിയായുധമായി. കണ്ട, നമ്മൾ ഒരു ഉപകരണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ശരീരം ഒരു ഉപകരണമാണ്. ഈ ശരീരം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സായീശ്വരന്റെ കൃപാകടാക്ഷം ലഭിച്ചതുകൊണ്ട് ഹേമന്ത് പാന്ത് ഒരു ഉപകരണമായി, ഒരു പണിയായുധമായി അദ്ദേഹത്തിൽ കൂടി ആ ചരിതം പറയുന്നത്, ആ ചരിതം എഴുതിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീ സായീശ്വരൻ തന്നെ ആണ് എന്നാണ് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ചരിതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സായീശ്വരന്റെ സായി സച്ചരിതം പോലെ തന്നെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ചരിതം, ശ്രീരാമകൃഷ്ണ ചരിതം, അതേപോലെ തന്നെ മറ്റനേകം മഹാത്മാക്കളുടെ, അനേകം അവതാരമൂർത്തികളുടെ ചരിതങ്ങൾ നമുക്ക് ഭാരതത്തിൽ അങ്ങ് ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എഴുതിയിട്ടുള്ളത് ആ മഹാത്മാക്കളുടെ, ആ അവതാരമൂർത്തികളുടെ കടാക്ഷം ലഭിച്ചവരാണ് അത് എഴുതുന്നത്. അവരിൽ കൂടി വാസ്തവത്തിൽ ആ അവതാരമൂർത്തി തന്നെയാണ് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മൾ കേവലം ഒരു ഉപകരണം മാത്രം എന്ന് നമ്മൾ വിശ്വസിക്കുക.
ഇപ്പൊ സായി സച്ചരിതത്തിൽ ഹേമന്ത് പാന്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം, എങ്ങനെയാണ് സായി ഈ ഗോവിന്ദ് രഘുനാഥ് ദംബോൽക്കറിനെ ഹേമന്ത് പാന്ത് എന്ന് വിളിക്കാൻ എന്താണ് സംഗതി എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്നു, ഹേമന്ത് പാന്ത് പറയുന്നു, സായീശ്വരന്റെ ഉപദേശങ്ങളും കഥകളും അത്യന്തം വശീകരണ ശക്തിയുള്ളതാണ്. അത് കേൾക്കുന്ന ജനങ്ങളുടെ വിശപ്പും ദാഹവും ദുഃഖവും അകലും, മനസ്സ് ശാന്തിപൂർണമാകും, ലൗകിക ക്ലേശങ്ങളിൽ നിന്നും മനസ്സ് ഈശ്വരചിന്തയിലേക്ക് ഒഴുകും. ഉണ്ടോ? നമ്മൾ ഈ കഥകൾ ഒക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കേവലം വെറുതെ ഒരു കഥ കേൾക്കുക എന്നുള്ള രൂപത്തിലല്ല. നമ്മൾ സപ്താഹം കേൾക്കുന്നു. സപ്താഹം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനസ്സ് അത്യന്തം വശീകരണ ശക്തി, ഉപദേശങ്ങളും കഥകളും അത്യന്തം വശീകരണ ശക്തിയുള്ളതാണ്. നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കൂ. അത് കേൾക്കുന്ന ജനങ്ങളുടെ വിശപ്പും ദാഹവും ദുഃഖവും അകലും. നമ്മുടെ ദുഃഖം അകലാൻ അത് ഉപകരിക്കും. നമുക്ക് വിശപ്പും ദാഹവും എന്താണെന്ന് പോലും നമുക്ക് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് അറിയുന്നില്ല. അത്രയധികം സന്തോഷം നമുക്ക് അത് കേൾക്കുക വഴി ലഭിക്കുന്നതായിരിക്കും. ലൗകിക ക്ലേശങ്ങൾ, ലൗകിക ജീവിതത്തിലെ നമ്മുടെ ഒക്കെ ലൗകിക ജീവിതത്തിൽ ധാരാളം ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ ഇതൊക്കെ നേരിടുന്നുണ്ട്. പക്ഷെ ഈ അവതാരമൂർത്തികളുടെ ഈ സച്ചരിതങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ക്ലേശങ്ങൾ എല്ലാം അകലും. മനസ്സ് ഈശ്വരചിന്തയിലേക്ക് ഒഴുകും. നമ്മുടെ മനസ്സ് ഈശ്വരചിന്തയിലേക്ക് ഒഴുകുന്നതായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി. ഈശ്വര സാക്ഷാത്കാരം വരെ ലഭിക്കും. നമ്മൾ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നോ, എത്രത്തോളം ഈ സച്ചരിതങ്ങൾ, ഈ ഈശ്വര കഥകൾ, സപ്താഹങ്ങളിൽ കൂടിയും മറ്റും പറയപ്പെടുന്ന ഈശ്വര കഥകൾ എത്രത്തോളം നമ്മൾ കേട്ട് അതിൽ മുഴുകി അതിൽ ലയിച്ച് ഇരിക്കുന്നുവോ, നമുക്ക് ഈശ്വര സാക്ഷാത്കാരം വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഏതൊരാളുടെയും അതിലുള്ള അഭിരുചിക്കും അഭികാമ്യത്തിനും അനുസരിച്ചായിരിക്കുമെന്ന് മാത്രം. എല്ലാ ആൾക്കാർക്കും അത് ലഭിക്കണമെന്നല്ല. അപൂർവം ആൾക്കാർക്ക് അത് ലഭിക്കാൻ, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ ഇടയുണ്ട്. നമുക്കറിയാം, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കൈ സ്പർശിച്ച മാത്രയിൽ തന്നെ, അദ്ദേഹത്തിന്റെ കൈ സ്പർശിച്ച മാത്രയിൽ തന്നെ നരേന്ദ്രന് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചതുപോലെ അനുഭവപ്പെട്ടു എന്ന് അല്ലേ? നമ്മൾ അത് മനസ്സിലാക്കിയതല്ലേ? ഇവിടെയും അത് തന്നെയാണ്. ശ്രീ ഹേമന്ത് പാന്തിന് സായി ദർശനത്തിൽ കൂടി, സായിയെ ഒരു പ്രാവശ്യം കണ്ടതിൽ കൂടി തന്നെ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും മാറി. അദ്ദേഹത്തിന്റെ ക്ലേശങ്ങൾ അദ്ദേഹത്തിന് വിട്ടുപോയതുപോലെ തോന്നി. ഈശ്വര ചിന്തയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഒഴുകി. ഇനി മുതൽ ഇത് മാത്രം എന്ന രൂപത്തിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹം സായീശ്വരന്റെ കഥകൾ സമാഹരിക്കാനും എഴുതാനും ഞാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, ഇനി അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം. സായീശ്വരനെ നേരിട്ട് കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഈ ഗ്രന്ഥം ആനന്ദമയോ. നമുക്ക് സായീശ്വരനെ ഇപ്പോൾ കാണാനുള്ള അവസരമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കഥകൾ കേൾക്കുക വഴി, അദ്ദേഹത്തിന്റെ രൂപം നമ്മൾക്ക് കാണുക വഴി, അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലത്ത് നമ്മൾ പോകുകയും മറ്റും ചെയ്യുക വഴി തീർച്ചയായിട്ടും നമുക്ക് അതിന് ഭാഗ്യം ലഭിക്കാൻ ഇടവരട്ടെ. അങ്ങനെ ഇതൊരു ഭാഗ്യമാണ് ഈ പുസ്തകം വായിക്കാനിടയായതും ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനിടയാവുന്നതും ഒക്കെ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയും മറ്റും വേണം. ഈ വിധ ചിന്തകളാൽ ഞാൻ ഓരോ സംഭവങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. ഈ ഹേമന്ത് പാന്ത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് സായീശ്വരന്റെ അടുത്ത് പോയി ഇരുന്ന്, അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന മസ്ജിദിൽ പോയി ഇരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ കുറേ ദിവസങ്ങൾ ചെലവഴിച്ചിട്ടാണ് ധാരാളം വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചത്.
ധാരാളം വിവരങ്ങൾ ശ്രീ സായീശ്വരൻ തന്നെ അദ്ദേഹത്തിന് കൊടുത്തത്. ആ കൊടുത്ത വിവരങ്ങളാണ് അദ്ദേഹം ഈ ചരിതത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഈ നമുക്കും വളരെയധികം സായീശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനും അതിന് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഉള്ള ഒരു താല്പര്യം നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഈ ഗ്രന്ഥരചനയ്ക്ക് ബാബയുടെ അനുവാദവും അനുഗ്രഹവും അത്യാവശ്യമാണ് അല്ലേ? ഒരു അവതാരമൂർത്തിയുടെ ഗ്രന്ഥം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് എഴുതുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചരിതം എഴുതണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം അത്യാവശ്യമാണ്. അദ്ദേഹത്തിന്റെ അനുവാദം ലഭിക്കാതെ ഒരാൾക്കും അത് എഴുതാൻ സാധിക്കുകയില്ല. ഇദ്ദേഹത്തിനും ആ അനുവാദം എങ്ങനെ കിട്ടി എന്ന കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബാബയുടെ അടുത്ത ഭക്തനാണ് മാധവറാവ് ദേശ്പാണ്ഡെ. മഹാരാഷ്ട്രക്കാരാണ്. മഹാരാഷ്ട്രയിലുള്ള നാമങ്ങളാണ് നമ്മൾ പറയുന്നത്. മാധവറാവ് ദേശ്പാണ്ഡെ ശ്രീ സായിയുടെ ഷിർദി സായിയുടെ വളരെ അടുത്ത ഭക്തനാണ്. അദ്ദേഹത്തിനെ ബാബ ശ്യാമ എന്നാണ് വിളിക്കാറ്. എൻ്റെ ആഗ്രഹം ശ്രീ ഹേമന്ത് പാന്തിന് സായിയുടെ ചരിതം എഴുതാനുള്ള ആഗ്രഹമുണ്ട് എന്ന കാര്യം ശ്രീ ഹേമന്ത് പാന്ത് ശ്രീ ഷിർദി സായിയുടെ അടുത്ത ഭക്തനായ ശ്യാമയോട് ആവശ്യപ്പെട്ടു. ശ്യാമയാണ് ആ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഷിർദി സായിയുടെ പക്കൽ ചെന്ന് പറയുന്നത്. ബാബ അന്നാ സാഹേബ് അവിടുത്തെ ദിവ്യ ജീവചരിത്രം എഴുതാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് തടസ്സം പറയരുത് എന്ന് ഈ ശ്യാമ ശ്രീ സായീശ്വരനോട് പോയി പറയുന്നു. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നിങ്ങളെ കാണാനുള്ള ആഗ്രഹമുണ്ട്, അത് മാത്രമല്ല നിങ്ങളുടെ ചരിതം നിങ്ങളിൽ നിന്ന് കേട്ടിട്ട് എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതിനൊരിക്കലും മുടക്കം പറയാൻ പാടില്ല, നിങ്ങൾ അദ്ദേഹത്തിന് അനുമതി കൊടുക്കണം എന്ന് ഈ ശ്യാമ എന്ന് വിളിക്കുന്ന മാധവറാവ് ദേശ്പാണ്ഡെ ആണ്. സായീശ്വരന്റെ അടുത്ത ഭക്തനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം സായീശ്വരനോട് പോയി പറഞ്ഞു, എന്റെ അന്തർഗതം പ്രാർത്ഥന ഹൃദയേശ്വരനായ സായിനാഥൻ അറിഞ്ഞു, അവിടുന്ന് കൃപാപൂർവം അരുളി. അവന്റെ ആഗ്രഹം നടക്കട്ടെ. അവൻ അങ്ങനെ എൻ്റെ ചരിതം എഴുതാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അത് എഴുതട്ടെ. പിന്നീട് പ്രക്ഷുബ്ധനായ എൻ്റെ മനസ്സിന് ശാന്തിയേകാനായി അവിടുന്ന് അരുളി, വിശ്വസനീയമായ അനുഭവങ്ങളും കഥകളും ശേഖരിക്കൂ, അതിൻ്റെ കുറിപ്പും തയ്യാറാക്കുക, ഞാൻ നിന്നെ സഹായിച്ചുകൊള്ളാം. സായീശ്വരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഹേമന്ത് പാന്ത് സായീശ്വരൻ്റെ ചരിതം എഴുതിയത്. സായീശ്വരൻ്റെ ചരിതം എഴുതാനുള്ള അനുമതി അദ്ദേഹം ആ സായീശ്വരൻ ഷിർദിയിൽ പോയി സായീശ്വരനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഭക്തനായ ശ്യാമ എന്ന് വിളിക്കുന്ന മാധവറാവ് ദേശ്പാണ്ഡെയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സായിയുടെ അടുത്തു പോയി അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹത്തിനെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ ജീവചരിതം എഴുതാനുള്ള അനുമതി തന്നിരിക്കുന്നു, നീ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കുറിപ്പുകൾ ശേഖരിക്കൂ, ഞാൻ തന്നെ നിന്നെ അതിലേക്ക് സഹായിക്കുന്നതായിരിക്കും. ഭക്തൻ വെറും ഒരു ബാഹ്യോ ഉപകരണം മാത്രം, ഞാൻ ഭക്തനിൽ കൂടി എൻ്റെ ചരിത്രം എഴുതും. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിച്ചു. അപ്പം നമ്മൾ ഒരു ഉപകരണം മാത്രം, നമ്മളിൽ കൂടി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു ഉപകരണം മാത്രം. നമ്മൾ ഈ ഉപകരണം പ്രവർത്തിക്കാനുള്ള കാരണം നമ്മളിൽ ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സായീശ്വരനോട് അനുമതി വാങ്ങി, സായീശ്വരൻ അതിന് അനുവാദം നൽകി. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് സായീശ്വരൻ, എൻ്റെ ചരിതം എഴുതണമെങ്കിൽ ആർക്കാണോ അതിന് കഴിയുന്നത് അയാളെ ഞാൻ സമ്പൂർണ്ണം സഹായിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുവേണ്ടി എല്ലാവിധത്തിലും നീ പ്രയത്നിക്കണം. ഒരു കണ്ടീഷൻ, അഹങ്കാരവും അഹന്തയും ലവലേശം പോലും ഇല്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം അയാളിൽ കുടികൊണ്ട് എൻ്റെ കൈകളാൽ തന്നെ ഗ്രന്ഥം എഴുതുന്നതാണ് സായീശ്വരനോടെന്ന് പറഞ്ഞു. അഹങ്കാരവും പാടില്ല, അഹന്തയും പാടില്ല. ഈ അഹങ്കാരവും അഹന്തയും ആണ് നമ്മളെ ഏതൊരാളെയും ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ ലൗകിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ക്ലേശത്തിനും
ഒക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മളിലുള്ള അഹങ്കാരവും അഹന്തയുമാണ്. ഈ അഹങ്കാരവും അഹന്തയും ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് എൻ്റെ ചരിതം എഴുതാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം ആ അഹങ്കാരവും അഹന്തയും നീ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പാട് തന്നെ ഹേമത് പാന്തിന് ഇതെങ്ങനെയാണ് എന്നിൽ അഹങ്കാരവും അഹന്തയും ഉണ്ടെന്ന് സായീശ്വരൻ മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നി. വാസ്തവത്തിൽ അദ്ദേഹത്തിനും കുറച്ച് ഞാൻ എന്ന ഭാവം, അഹങ്കാരവും അഹന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ തന്നിൽ ഉള്ളിലുള്ള ഈ അഹങ്കാരവും അഹന്തയും എങ്ങനെയാണ് സായീശ്വരൻ അറിഞ്ഞത് എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നി. അപ്പം നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അവതാരത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്ക് നമ്മളെ മുഖം നോക്കിയിട്ട് പറയാൻ സാധിക്കും. നീ എവിടെയായാലും എന്നെ സ്മരിക്ക്, വീണ്ടും വീണ്ടും സ്മരിക്കൂ, അതോടെ നിന്നുള്ളിൽ പ്രശാന്തി ഉറവയെടുക്കും. സായീശ്വരൻ പറഞ്ഞതാ, നീ അഹങ്കാരവും അഹന്തയും ഉപേക്ഷിക്കുക, എന്നെ എവിടെയായാലും എന്നെ സ്മരിക്കുക, എന്നെ ഓർമ്മിക്കുക. അങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഉള്ളിൽ പ്രശാന്തി ഉറവയെടുക്കും. എൻ്റെ കഥകൾ പറഞ്ഞാൽ കേട്ടാൽ അവ ധ്യാനിച്ചാൽ മനം പ്രേമഭക്തിയാൽ നിറയും, അജ്ഞാനം നശിക്കും, അവന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇതിലേറെ എന്ത് വേണം? സായീശ്വരൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്. എൻ്റെ കഥകൾ പറഞ്ഞാൽ, എൻ്റെ കഥകൾ നീ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, കേട്ടാൽ, എൻ്റെ കഥകൾ കേട്ടാൽ, അവയെ കേട്ട കാര്യങ്ങൾ ധ്യാനിച്ചാൽ മനം പ്രേമഭക്തിയാൽ നിറയും, അജ്ഞാനം നശിക്കും, അവൻ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ടാൽ, ശ്രീരാമന്റെ കഥകൾ കേട്ടാൽ, ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടാൽ, ഇങ്ങനെയുള്ള അവതാരമൂർത്തികളുടെ കഥകൾ കേട്ടാൽ, പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർ കേട്ട കാര്യങ്ങൾ മറ്റുള്ള കൂട്ടർക്ക് പറഞ്ഞു കൊടുത്താൽ, അവ ധ്യാനിച്ചാൽ, ആ സംഭവങ്ങൾ നമ്മൾ കണ്ണടച്ചിരുന്ന് കുറച്ചു സമയം ധ്യാനിച്ചാൽ നമ്മളിൽ അജ്ഞാനം, നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം നശിക്കും, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇതുപോലെ നമ്മളെ മനുഷ്യജന്മം നമുക്ക് ഇവിടെ ലഭിച്ചത് ഈശ്വരനെ കുറിച്ച് അറിയാനും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനും വേണ്ടിയാണ്. നമ്മൾ വേറെ എന്തെല്ലോ കാര്യങ്ങൾ പ്രവർത്തിച്ചോട്ടെ, ചെയ്തോട്ടെ, പക്ഷെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക, ഈശ്വരനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ കഥകൾ കേട്ടാൽ, എൻ്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും നിന്നിലുള്ള അഹങ്കാരവും അഹന്തയും ഇല്ലാതാവും, ലൗകിക ക്ലേശങ്ങൾ ഇല്ലാണ്ടാവും. കൂടാതെ മനസ്സ് ഉള്ളും ഒക്കെ പ്രേമഭക്തിയാൽ നിറയും, അജ്ഞാനം നശിക്കും, ഈശ്വര സാക്ഷാത്കാരത്തിന് അത് വഴിവെക്കുകയും ചെയ്യും. ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത്, ആരുടെയും അഭിപ്രായത്തെ എതിർക്കുകയും അരുത്. നമ്മുടെ വിശ്വാസത്തെ, ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത്, ആരുടെയും അഭിപ്രായത്തെ എതിർക്കുകയും അരുത്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്, സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ്, അല്ലാതെ വെറുതെ കേട്ടിരിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ആരുടെയും അഭിപ്രായത്തെ എതിർക്കാൻ പാടില്ല. സ്വന്തം ആശയത്തിൽ ദുശാഠ്യം അരുത്. അതിനാൽ ഇതിനെക്കുറിച്ചൊരു തർക്കം വരുത്, തർക്കിക്കാൻ പാടില്ല. അപ്പൊ തർക്കിക്കാൻ പാടില്ല എന്ന് കേട്ടപ്പോൾ ഹേമന്ത് പാന്തിന് സംശയം. ബാബ, ശ്രീ ഷിർദി സാഹിബ് ബാബ എന്തിനാണ് എന്നോട് തർക്കിക്കാൻ പാടില്ല എന്ന് എന്നോട് എടുത്തു പറയാൻ കാരണം ഒരു തർക്ക സ്വഭാവം ഇയാളിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഷിർദി സായിക്ക് ആദ്യമേ അറിയായിരുന്നു. ആ തർക്ക സ്വഭാവം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണം. നമ്മുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, മറ്റൊരാളെ എതിർക്കാൻ പാടില്ല, ദുശാഠ്യം പാടില്ല, തർക്കിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതാ. ഇദ്ദേഹം ഇന്നിപ്പോൾ സായിയുടെ സച്ചരിതം എഴുതാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആദ്യം തന്നെ അത് എഴുതാൻ വേണ്ടി തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തയ്യാറാണ്.
ഈ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ സായിയുടെ സച്ചരിതം പൂർണ്ണമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സ്വഭാവം മാറ്റാൻ നമ്മളുടെ ഈ ദുശാഠ്യം, നമ്മളിലുള്ള അഹങ്കാരം, നമ്മളിലുള്ള അഹന്ത, ഇതൊക്കെ മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ഈ സായി സച്ചരിതം ശ്രീ ഹേമന്ത് പാന്തനെ എഴുതി മുഴുമിപ്പിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ ശ്രീ ഷിർദി സായി അദ്ദേഹത്തിന്റെ സച്ചരിതം എഴുതാൻ സമ്മതിക്കുകയുമില്ല. തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിനുള്ള വീഴ്ചകൾ അദ്ദേഹം സായി ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി എന്നിൽ ആ തർക്ക സ്വഭാവം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. ആ തർക്ക സ്വഭാവം മാറ്റാനും അദ്ദേഹം തയ്യാറായി. എന്താ ആയിരുന്നു വെച്ചാൽ, ഒരിക്കല് ഇദ്ദേഹത്തിന്റെ ഒരു ഉറ്റ സുഹൃത്തിന് മകന് പനി പിടിച്ചു. രോഗം ഗുരുതരമായി. ലഭിക്കാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു, പൂജാദികൾ നടത്തി നോക്കി, ഫലമുണ്ടായില്ല. ഒടുവിൽ അവരുടെ ഗുരുവിനെ വരുത്തി രോഗിക്ക് സമീപം ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ അതിനൊന്നും കുട്ടിയെ രക്ഷിക്കാനായില്ല. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകന് രോഗം വന്നു, പനി പിടിച്ചു, രോഗം കഠിനമായി, മരുന്ന് കൊടുത്തു, മാറിയില്ല, ഇദ്ദേഹത്തിന് ഫലമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പൂജ നടത്തി, അതിനും കഴിഞ്ഞില്ല. അതിനുശേഷം അവർക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ അടുക്ക പോയി ഗുരുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ടും ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനൊരു ശാഠ്യം, ഇങ്ങനെയൊന്നും രക്ഷിക്കാൻ പറ്റാത്ത ഗുരുവിനെ, ഈശ്വരനെ നമ്മൾ പിന്നെ പൂജിച്ചിട്ട് ഭജിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഭഗവാനെ നമ്മളെ സ്മരിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു തോന്നിച്ച ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ശാഠ്യ സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ശ്രീ ഷിർദി സായിബാബ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനോട് ഇത് പറയാൻ കാരണം. എത്ര വലിയ ഗുരുവിനെ കിട്ടിയാലും വിധിയെ മറികടക്കാനാവില്ലെന്നും തോന്നി. അങ്ങനെ ഷിർദിയിലേക്കുള്ള യാത്ര, ഷിർദിയിലേക്ക് അദ്ദേഹം മുമ്പേ ആരോ പറഞ്ഞ് ഷിർദിയിൽ ഇങ്ങനെ ഒരു അവതാര പുരുഷനുണ്ട്, അദ്ദേഹത്തിനെ കാണണമെന്നൊക്കെ ഇദ്ദേഹത്തിനോട് പലവട്ടം മഹാരാഷ്ട്രയിൽ നിന്ന് ഇദ്ദേഹത്തിനോട് പലവട്ടം ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ചില ചിന്താഗതികൾ അദ്ദേഹത്തിനെ ഈ അവതാരമൂർത്തിയെ കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പോയില്ല. ഇദ്ദേഹം പലവട്ടം ഇദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടും ഷിർദിയെ കാണാൻ വേണ്ടി പോയില്ല. കാരണം ഇങ്ങനെ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ള സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഒരിക്കൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സായീശ്വരനെ കാണാനുള്ള ഒരു അവസരം പെട്ടെന്ന് വന്നു ചേർന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ പോയി കാണാൻ എന്നുള്ള ഒരു മോഹം, ഇത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹം ഷിർദിയിൽ വന്ന് സായിയെ കാണാൻ വേണ്ടി ഷിർദിയിൽ വന്നു. ഇതൊരു മഹാഭാഗ്യമായി. അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്നറിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇദ്ദേഹം ഷിർദിയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് തന്നെ ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റമുണ്ടായത് ഷിർദിയിൽ വന്നതിന് ശേഷമാണ്. ഇല്ലെങ്കിൽ ഹേമന്ത് പാന്ത് എന്ന് പറയുന്ന വ്യക്തി ഏത് തരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഞാൻ ഏത് തരത്തിലായിരുന്നു എന്ന് എനിക്ക് തന്നെ പറയാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഷിർദിയിൽ വന്നത് എന്നിൽ വളരെ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. ഷിർദിയിലെത്താനുണ്ടായ തടസ്സങ്ങൾക്ക് ഞാൻ പല കാരണങ്ങളും കണ്ടെത്തും. സായിയെ നിന്ദിക്കും. പക്ഷേ സുഹൃതം എനിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം വേഗം തന്നെ ഷിർദിയിലെത്തി. ബാബ ദർശനത്തിനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അഴക്കും മസ്ജിദിൽ നിന്ന് വന്ന ബാബയുടെ പരമഭക്തരിൽ ഒരാളായ സാത്യാസാഹബ് ചന്ദോർക്കർ എന്നോട് പറഞ്ഞു, വരൂ, വേഗമാട്ടെ, ഉടൻ പോയി ദർശനം നടത്തൂ. ബാബ ഇപ്പോൾ സത്രത്തിന്റെ മൂലയിൽ നിൽക്കുന്നുണ്ട്, വേഗം പോയി ദർശനം നടത്തുക. പിന്നീട് സൗകര്യമായി കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കാണാം. അദ്ദേഹം ഷിർദിയിലെത്തിയത് ഉടനെ തന്നെ അവിടെയുള്ള മറ്റൊരു ആള് അദ്ദേഹത്തോട് പറഞ്ഞു, ഷിർദി സായി അവിടെ മസ്ജിദിന്റെ ഒരു ഭാഗത്ത്, സത്രത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ പോയി വേഗം ദർശനം നടത്തിക്കോ, ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന് ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഉടനടി വേഗം എത്തിയസ്ഥിതിക്ക് വേഗം തന്നെ പോയി അദ്ദേഹത്തിന്റെ കാലിന് വീണു. ആ കാല് അദ്ദേഹം ഒന്ന് സ്പർശിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൽ എന്തെല്ലോ, ആ സ്പർശന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് എന്തെല്ലോ മാറ്റം അദ്ദേഹത്തിൽ തന്നെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാബ എഴുന്നള്ളിയ ദിക്കിലേക്ക് പാഞ്ഞു. ആ പുണ്യരൂപം കണ്ടു, നമസ്കരിച്ചു. എന്നുള്ളിൽ ആനന്ദ തിരമാലകൾ അലയാടി.
ഉള്ളിൽ ആനന്ദ കമ്പോളം. എൻ്റെ മിഴികൾ ആ ദർശനത്തോടെ ധന്യമായി മാറി. ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിശപ്പും ദാഹവുമാകുന്നു, സമസ്ത ആഗ്രഹങ്ങളും കെട്ടടങ്ങിയതുപോലെ. അദ്ദേഹത്തിന് എന്തെല്ലോ എല്ലാ ആഗ്രഹങ്ങളും കെട്ടടങ്ങിയതുപോലെയുള്ള ഒരു തോന്നിച്ച അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിച്ച മാത്രയിൽ തന്നെ ഉണ്ടായി. തൃപ്പാദ സ്പർശനം എന്നെ മാറ്റിമറച്ചു. കണ്ട, അതാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കൈ മഹേന്ദ്രൻ ഒന്ന് സ്പർശിച്ചിട്ടേ ഉള്ളൂ. ആ സ്പർശിച്ച മാത്രയിൽ തന്നെ അദ്ദേഹത്തിൽ എന്തെല്ലാം മാറ്റം ഉണ്ടായി. അതേപോലെ ഇദ്ദേഹത്തിന്റെ പാദം സ്പർശിച്ച മാത്രയിൽ തന്നെ, തൃപ്പാദം സ്പർശിച്ച മാത്രയിൽ തന്നെ ഹേമന്ത് പന്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് അത് മറക്കാൻ പറ്റില്ല. അവരാണ് എൻ്റെ യഥാർത്ഥ ബന്ധുക്കൾ. സായി ദർശനം അനുപമം അദ്ദേഹം പറയുന്നതാണ്. സായി ആദ്യം കണ്ടുടനെ തന്നെ പറഞ്ഞതാണ്. സായി ദർശനം അനുപമം, അവാച്യം, സകല സംശയങ്ങളും ആ ദർശനത്തിൽ ദഹിച്ചുപോയി. പൂർവജന്മാർജിതമായ പാപങ്ങൾ നശിച്ചു. യഥാർത്ഥ വിരക്തി ഉറവയെടുത്തു. മഹായോഗേശ്വരനായ സായിയുടെ ദർശനം പൂർവജന്മ പുണ്യങ്ങളാൽ കൈവന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ഒരു കഥ കേൾക്കാനുള്ള, ഒരു സപ്താഹം കേൾക്കാനുള്ള ഭാഗ്യം, അവിടെ പോയി ഇരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പൂർവജന്മ പുണ്യമാണ്. നമ്മളെ അതുപോലെ തന്നെ പൂർവജന്മ ആർജിതമായ പാപങ്ങൾ നശിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പൂർവജന്മ പുണ്യങ്ങൾ കൈവന്നതാണ്. സായി ദർശനത്തോടെ പ്രപഞ്ചം സായിമയമായിട്ടുള്ളതാണെന്ന് ഒരുവന് വ്യക്തമാവും. സായി ദർശനം എന്നെ വളരെയേറെ പരിശുദ്ധനാക്കി. അതാണ് സായിയുടെ ആ ദർശനം അദ്ദേഹത്തിനെ വളരെയേറെ പരിശുദ്ധനാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ ദിവസം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ സായി സച്ചരിതം 2-ാം ദിവസത്തെ പരിപാടി ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ധാരാളം പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും, ഒക്കെ ശരി തന്നെ. എന്നിരുന്നാലും ഇത്രയും ഭഗവാന്റെ കൃപ കൊണ്ട് സാധിച്ചു എന്നതിൽ തന്നെ മുറുകെ പിടിക്കുന്നു. എല്ലാ ആൾക്കാർക്കും നമസ്കാരം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൃത്യമായി കേൾക്കുക, കേട്ടവർ മിസ്സാവാതെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യം മറ്റുള്ളവർക്കും ലഭിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടെ മാത്രം നിങ്ങൾ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇതിന് കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.